തിരുവിതാംകൂറിൻ്റെ ദിവാനായി നിൽക്കുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെ ഭരണം നാടിൻ്റെ ഗുണത്തിനല്ലെന്ന് പരക്കെ നാട്ടിലെങ്ങും തോന്നി തുടങ്ങിയിരുന്നു. അജ്ഞത, ധൂർത്ത്, അത്യാഗ്രഹം എന്നിവ നിറഞ്ഞ ഒരു ത്രിമൂർത്തി ഭരണ സംവിധാനം എന്ന നിലയിൽ മാത്രമാണ് ജനങ്ങൾ ഇതിനെ കണ്ടിരുന്നത്. ഏതായാലും വേലുത്തമ്പി തിരിച്ച് നാട്ടിലെത്തുകയും ജനങ്ങളോട് കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. നമ്പൂതിരിയെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്ന പൊതു അഭിപ്രായം ഉയർന്നു വന്നു. ജനങ്ങൾ കൂട്ടമായി ജാഥ നടത്തുകയും തിരുവനന്തപുരത്ത് ചെന്ന് രാജാവിനെ കണ്ട് ദിവാനെക്കുറിച്ച് പരാതിപ്പെടണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ളയുടെയും വേലുത്തമ്പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ ജനസംഘം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. പെരുമ്പറകളും മുദ്രാവാക്യങ്ങളുമൊക്കെയായി ആ ജനക്കൂട്ടയാത്രയെ ഓരോ നാടുമറിഞ്ഞു. മിക്ക മേഖലകളിലും സ്വീകരണം ലഭിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ജാഥയിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ ആ വലിയ ജനക്കൂട്ടം തമ്പാനൂരും പഴവങ്ങാടിയിലും താവളമുറപ്പിച്ചു. ജനവിരോധികളായ മന്ത്രിമാർക്കെതിരെയുള്ള പ്രതികരണത്തിൻ്റെ ശക്തി കൂടി വന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ വാർത്തയറിഞ്ഞ് രാജാവ് പരിഭ്രമിച്ചു. ഇതറിഞ്ഞ് ത്രിമൂർത്തികളിലെ ശങ്കരനാരായണൻ ചെട്ടിയും മാത്തൂ തരകനുമൊക്കെ നാടുവിട്ടു. അങ്ങനെ പ്രതിഷേധം ശക്തമായി തന്നെ തുടർന്നപ്പോൾ ജനങ്ങളുടെ പ്രശ്നം അറിഞ്ഞു വരാൻ രാജാവ് ചിലരെ അയക്കുകയുണ്ടായി. അതിന് പ്രകാരം നമ്പൂതിരിയെയും അയാളുടെ ബന്ധുക്കളെയും നാട് കടത്തണമെന്നും ചെട്ടിയെയും തരകനെയും ശിക്ഷയായി മുക്കാലിയിൽ കെട്ടിയിട്ടടിക്കണമെന്നും ചെവിയറുത്ത് കളഞ്ഞ് തടവിൽ പാർപ്പിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. അത്രയും വലിയൊരു പ്രതിഷേധത്തിന് മുന്നിൽ മറ്റു വഴികളില്ലാതിരുന്ന രാജാവ് അവയെല്ലാം തന്നെ സമ്മതിക്കുകയും അതുപോലെ തന്നെ ചെയ്യാൻ ഉത്തരവിടുകയുണ്ടായി. അതനുസരിച്ച് നമ്പൂതിരിയെയും ബന്ധുക്കളെയും നാടുകടത്തി. ചെട്ടിയെ അറസ്റ്റ് ചെയ്ത് മുക്കാലിയിൽ കെട്ടിയിട്ടടിച്ച് ചെവിയറുത്ത് തടങ്കലിലാക്കി. തരകൻ പിടികൊടുക്കാതെ ഇംഗ്ലീഷുകാരുടെ സഹായം തേടിക്കൊണ്ട് അഞ്ചുതെങ്ങിൽ ഒളിച്ചു നിന്നു. ഇതറിഞ്ഞ് ജനങ്ങൾ ഇളകി. അതോടെ തരകനും പുറത്തു വരേണ്ടി വന്നു. അതോടെ ചെട്ടിക്ക് ലഭിച്ച പോലെ തന്നെ ശിക്ഷ തരകനും ലഭിച്ചു. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് തന്നെ തിരുവിതാംകൂർ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രക്ഷോഭണമൊക്കെ നയിച്ച ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ള അടുത്ത ദളവയായി മാറി. തലക്കുളത്ത് വേലുത്തമ്പി മുളകുമടി ശീലക്കാര്യക്കാരായും നിയമിക്കപ്പെട്ടു. വാണിജ്യം സംബന്ധിച്ച കാര്യങ്ങളുടെ മേൽനോട്ടമാണ് പൊതുവെ ഈ ഉദ്യോഗം. ഏതായാലും ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ള പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. അടുത്ത ദളവയായി പാറശാല പത്മനാഭ പിള്ള കടന്നു വന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കുഞ്ചുനീലൻ പിള്ള എന്നൊരു കാര്യക്കാർ പ്രബലനായി മാറി. തൻ്റെ കാര്യം നടപ്പാക്കുന്നതിനായി അയാൾ പലരെയും ദ്രോഹിക്കുകയും ചെയ്തു. കുഞ്ചുനീലൻ പിള്ളയുടെ പല പ്രവൃത്തികളെയും വേലുത്തമ്പി എതിർത്തു. അങ്ങനെ ഇവർ തമ്മിലും വൈര്യം ഉടലെടുത്തു. 1800 തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റായി കേണൽ മെക്കാള എത്തുകയുണ്ടായി. മെക്കാളയുടെ പിന്തുണ വേലുത്തമ്പിക്കായിരുന്നു. അങ്ങനെ പാറശാല പത്മനാഭ പിള്ള മരിച്ചപ്പോൾ മെക്കാളയുടെ സമ്മതത്തോടെ വേലുത്തമ്പിയെ അടുത്ത ദളവയായി നിയമിക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ നിർണായക സ്ഥാനത്തേക്ക് വേലുത്തമ്പി എത്തപ്പെട്ടു. വേലുത്തമ്പി ദളവാസ്ഥാനം ഏറ്റെടുത്തപ്പോൾ രാജ്യത്ത് അക്രമവും അഴിമതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഖജനാവിലാണെങ്കിൽ തീരെ പണമില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പം കൊടുക്കാതെ കുടിശ്ശികയും വന്നിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാനും രാജ്യം പുരോഗതി നേടുന്നതിനുമൊക്കെയായി വേലുത്തമ്പി ദളവ പരിശ്രമിച്ചെന്ന് തന്നെ പറയാം. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും മുതലെടുപ്പ് വർദ്ധിപ്പിക്കാനും വേലുത്തമ്പി പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. വസ്തുക്കൾ കണ്ടെഴുതി കരം തിട്ടപ്പെടുത്തി. ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലകൾ വിവരിക്കുന്ന ഓല എഴുതിയുണ്ടാക്കി പരസ്യപ്പെടുത്തി. രാജ്യത്തെ വരവിനും ചെലവിനും കണക്ക് വെക്കണമെന്നും ചട്ടം സൃഷ്ടിച്ചു. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ ചന്തകൾ സ്ഥാപിച്ചു. കൊല്ലം, ആലപ്പുഴ എന്നിവ വാണിജ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുകയും ചെയ്തു. ഇത്തരം നടപടികൾ എടുത്തു എന്ന് മാത്രമല്ല, ഇതൊക്കെ തന്നെയും കാര്യക്ഷമമാക്കി നടപ്പാക്കാൻ വേലുത്തമ്പി തന്നെ മുന്നിൽ നിൽക്കുകയും ചെയ്തു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപ് ആ കാലത്ത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും താവളമായിരുന്നു. വേലുത്തമ്പി ഇവിടെ ഇടപെടുകയും ഈ പ്രദേശം കൃഷി ചെയ്യാൻ ജനങ്ങൾക്കായി ഉപയോഗപ്രദമാക്കുകയും ചെയ്തു. കൈക്കൂലിക്കാരെയും മറ്റ് അന്യായം ചെയ്യുന്നവരെയും ദളവ കടുത്ത ശിക്ഷകൾ തന്നെ നൽകി പാഠം പഠിപ്പിച്ചിരുന്നു. കളവ് നടത്തുന്നവരുടെ കൈകൾ വെട്ടിക്കളഞ്ഞും കൊന്നുമൊക്കെ വേലുത്തമ്പി ഇത്തരം മേഖലകളിൽ നിർദാക്ഷിണ്യം തന്നെ പെരുമാറി. ഉദാഹരണത്തിന്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വന്ന ഒരു സ്ത്രീ രാത്രി അമ്പലത്തിൻ്റെ കിഴക്ക് വശത്തുള്ള റോഡിൽ കൂടി തിരിച്ചു പോവുകയായിരുന്നു. പെട്ടെന്നൊരാൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടി വരികയും സ്ത്രീയുടെ പൊൻപണ്ടങ്ങൾ തട്ടിയെടുത്ത് ഓടി മറയുകയുമുണ്ടായി. എന്നാൽ ഈ സമയം ആ മേഖലകളിൽ വേഷം മാറി നടന്നിരുന്ന വേലുത്തമ്പി ദളവ ഈ കൃത്യം കാണുകയും കള്ളൻ്റെ പിന്നാലെ കൂടി കള്ളനെ പിടിച്ച് ആ പണ്ടങ്ങൾ ആ സ്ത്രീക്ക് തിരിച്ചു നൽകുകയുമുണ്ടായി. എന്നാൽ ആ കള്ളൻ്റെ വലത് കൈ തന്നെ വേലുത്തമ്പി എന്ന് മുറിച്ചു കളയുകയുമുണ്ടായി. ഇത്തരത്തിൽ ശിക്ഷ കൊണ്ട് അദ്ദേഹം ജനങ്ങളെ ഭയപ്പെടുത്തിയെന്ന് പറയാം. അക്രമികൾ ഏതായാലും ഒതുങ്ങി. നാട്ടിൽ പേടി കൂടാതെ ജീവിക്കാം എന്ന അവസ്ഥ
വേലുത്തമ്പി സൃഷ്ടിച്ചു. എങ്കിലും ഇത്തരം നടപടികൾ കൊണ്ട് വേലുത്തമ്പിക്ക് ശത്രുക്കൾ പെരുകി. അവർ അതിനായുള്ള അവസരത്തിനായി കാത്തു നിൽക്കുകയും ചെയ്തു. ഭരണവും വരുമാനവും കാര്യക്ഷമമാക്കുന്നതിന് വേലുത്തമ്പി പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കുകയുണ്ടായെന്ന് പറഞ്ഞല്ലോ. അത്തരമൊരു തീരുമാനം വേലുത്തമ്പിയുടെ തന്നെ നാശത്തിൻ്റെ തുടക്കമായി മാറുകയും ചെയ്തു എന്നുകൂടി പറയാം.